മൂന്നാമത്തെ ക്ലാസ്സിൽ തന്നെ ഞാനത് പഠിക്കുകയും ചെയ്തു. ഹായ് ഫ്രണ്ട്സ്, ഞാൻ സരുൺ ജോസഫ്. ഫിഷിംഗ് ട്രെൻഡ്സിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ബിഗിനേഴ്സിന് വേണ്ടി പറ്റിയൊരു റോഡും പിന്നെ അവർക്ക് പറ്റിയൊരു റീലും പിന്നെ നമ്മൾ ആ റീല് യൂസ് ചെയ്യുന്ന രീതിയും ആ റോഡ് എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നതും എല്ലാം നമുക്ക് നമ്മുടെ ഈ വീഡിയോയിലൂടെ ജസ്റ്റ് ഒന്ന് നോക്കി പഠിക്കാം. ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിഗിനറായിട്ടുള്ള ഒരു വ്യക്തി ഒരു നല്ലൊരു റീൽ എടുക്കുകയും പിന്നെ ഇതുപോലെ തന്നെ ബിഗിനറിന് പറ്റിയ ഒരു റോഡ് എടുക്കുകയും പിന്നെ ആ റോഡ് കൊണ്ട് നമ്മൾ പറയുന്ന രീതിയിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ കുറച്ച് നാളുകൾക്ക് ശേഷം നല്ലൊരു എക്സ്പീരിയൻസ് ആവുകയും എക്സ്പീരിയൻസ് ആയതിന് ശേഷം പിന്നെ നമ്മൾ നല്ലൊരു റോഡ് എടുത്ത് പിന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആ നമ്മൾ കാശ് മുടക്കി മേടിച്ച് ആ നല്ല റോഡിന് പ്രത്യേകിച്ച് വേറെ ഡിഫക്റ്റ് ഒന്നും വരാതെ നമുക്ക് നല്ല രീതിയിൽ അത് നമുക്ക് കൊണ്ടുപോയി നടക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. ഇപ്പോൾ ഞാനിവിടെ എൻ്റെ പുറകിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനിവിടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന റോഡുകളാണ്. ജസ്റ്റ് നമുക്ക് അതിനെക്കുറിച്ചൊന്ന് പരിചയപ്പെടാം. അപ്പം പിന്നെ ലാസ്റ്റ് നമ്മുടെ ബിഗിനറിന് വേണ്ടി പറ്റിയ റോഡും ഒരു റോഡും ഇല്ല ഞാൻ പറയുന്നത് കേട്ടോ. ബാക്കി ഇഷ്ടംപോലെ റോഡുകളുണ്ട്. എനിക്ക് ആ ഒരു നല്ല റോഡായിട്ട് തോന്നിക്കും. ഞാൻ സ്വന്തമായിട്ട് യൂസ് ചെയ്ത എക്സ്പീരിയൻസ് വന്നതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു നല്ലൊരു മെസ്സേജായിട്ട് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ സുഹൃത്തുക്കളിലോട്ട് നമ്മുടെ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കണ്ടിന്യൂ ചെയ്യാം. ഈ 5 റോഡുകളാണ് ഇപ്പോൾ ഞാൻ തൽക്കാലം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ റോഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഷേക്സ്പിയറിൻ്റെ പവർ റോഡ്. ഇത് 9 ഫീറ്റ് റോഡാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് പെന്നിൻ്റെ സ്പെൻ സ്ക്വാഡ്രോൺ. ഇത് കാറ്റ് ഫിഷ് പാൻഡം കാറ്റ് ഫിഷ് ഡൈവയുടെ പാൻഡം കാറ്റ് ഫിഷാണ്. പിന്നെ ഇത് എൻ്റെ ഫസ്റ്റ് റോഡാണ്. ഞാൻ ആദ്യമായിട്ട് ഫിഷിംഗ് തുടങ്ങിയതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് മേടിച്ചത് ഒരു 6-7 വർഷത്തോളമായി. ഷിമാനോയുടെ AX2702 മോഡലാണ് ഇത് കേട്ടോ. ഇത് ജൂപ്പിറ്റർ സഫാരി 8 ഫീറ്റിൻ്റെ. അത് കഴിഞ്ഞിട്ട് ഞാൻ വാങ്ങിയതാണിത്. അപ്പോൾ ഈ ഓരോരോ റോഡുകളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ആദ്യത്തെ ഒരു റോഡ്. ഇതെന്ന് പറയുന്നത് ഷേക്സ്പിയറിൻ്റെ പവർ റോഡാണ്. ഷേക്സ്പിയർ പവർ റോഡ്. ഇതിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് മീഡിയം ആണ് കേട്ടോ. ഇത് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ കടലിലൊക്കെ യൂസ് ചെയ്യാനാണ്. പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 2300 രൂപയ്ക്കാണ് ഞാൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയത്. അതുപോലെ തന്നെ നമ്മൾ ഈ സോൾട്ട് വാട്ടറിൽ യൂസ് ചെയ്യുന്ന റോഡുകൾ കഴിയുന്നതും നമ്മൾ നമ്മുടെ നദികൾ ആറ്റിലൊന്നും യൂസ് ചെയ്യാതെ ഇരിക്കുക. കടലിൽ യൂസ് ചെയ്യുന്ന നമുക്ക് നദികളിൽ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ നദിയിൽ യൂസ് ചെയ്യുന്ന റോഡുകൾ നമ്മൾ കടലിൽ യൂസ് ചെയ്യാതെ ഇരിക്കുക. അതാണ് ഏറ്റവും ബെറ്റർ. അടുത്തത് ഇത് പെന്നിൻ്റെ സ്ക്വാഡ്രോൺ 8 ഫീറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് എക്സ്ട്രാ ഫാസ്റ്റ് ആക്ഷനാണ്. നല്ല സൂപ്പർ ആക്ഷനാണ്. ഇതിൻ്റെ അടിപൊളി റോഡാണ് പെന്നിൻ്റെ. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 2500 രൂപയ്ക്കാണ് ഞാൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയത്. അടുത്ത റോഡ് ഞാൻ യൂസ് ചെയ്യുന്നത് ഡൈവ പാൻഡം കാറ്റ് ഫിഷ് ആണ് ഇത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ റേറ്റ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2000 രൂപയ്ക്ക് ആണ് ഞാൻ ഈ സാധനം വാങ്ങിയത്. അതുപോലെ തന്നെ ഇതിൻ്റെ കാസ്റ്റ് വെയിറ്റ് എന്ന് പറയുന്നത് 100 ഗ്രാമാണ് ഇതിൻ്റെ മാക്സിമം. അടുത്ത റോഡ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണ് ഷിമാനോയുടെ ക്രൂസർ AX2702 മോഡൽ. ഇതാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന അതിൻ്റെ ഫസ്റ്റ് റോഡ്. 7 ഫീറ്റാണ് കേട്ടോ ഇത്. ഇത് യൂസ് ചെയ്തതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് വാങ്ങിയതാണ് ഇത്. ഒരു ബിഗിനറിന് പറ്റിയ ഏറ്റവും നല്ല സൂപ്പർ റോഡ് ഡൈവയുടെ ജൂപ്പിറ്റർ സഫാരി. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ബിഗിനറിന് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഇത്. അപ്പം ബിഗിനറിന് വേണ്ടി ഞാൻ ഒരു റോഡ് സജസ്റ്റ് ചെയ്യുവാണെങ്കിൽ അപ്പം ഇത് നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ നല്ലപോലെ അവൈലബിൾ ആണ്. ഇതാണ് നമ്മുടെ ജൂപ്പിറ്റർ സഫാരി 8 ഫീറ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. അപ്പോൾ ഇത് 2 പീസ് റോഡാണ്. പിന്നെ ഇതിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഹെവി ആക്ഷനാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ലൈൻ വെയിറ്റ് എന്ന് പറയുന്നത് 20 to 40 LB വരെയാണ്. അപ്പം ഇത് ഒരു ബിഗിനേഴ്സിന് വേണ്ടി ഏറ്റവും പറ്റിയ നല്ലൊരു റോഡാണ്. അപ്പോൾ ഇതിൻ്റെ മാർക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് ഒരു 1500 രൂപ ആ ഒരു സംതിങ് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു 4 റോഡ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്.
ആവശ്യമുള്ളൊരു ഇതിപ്പോൾ കിട്ടാൻ മാർക്കറ്റിൽ അവൈലബിൾ അല്ല, കിട്ടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ റോഡിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പോൾ ഇതെങ്ങനെ നമ്മൾ യൂസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആദ്യം റീലൊന്ന് പരിചയപ്പെടാം. ഇതിന് പറ്റിയ ഒരു സ്പിന്നിങ് റീല്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ബിഗിനറിന് പറ്റിയ റീലും കൂടി നമുക്കൊന്ന് പരിചയപ്പെട്ടിട്ട് ബാക്കി നമുക്ക് സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ, ഒരു ബിഗിനറിന് ഏറ്റവും പറ്റിയ നല്ല ഒരു റീലാണിത്. ഷിമാനോയുടെ FX4000. നിങ്ങൾ വാങ്ങുവാണെങ്കിൽ ഇത് വാങ്ങിയാൽ മതി. ഇതിനൊരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇതുവരെയായിട്ട് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ബെയിൽ എന്നാണ് പറയുന്നത്. ബെയിൽ, ഇതിൻ്റെ ബെയിൽ എന്ന് പറയും. അതുപോലെ തന്നെ ഈ മുകളിൽ ഇങ്ങനെ കറക്കുന്നില്ലേ, ഇതിൻ്റെ ഡ്രാഗ് എന്ന് പറയും. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രാഗ് ലൂസ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മീൻ വലിച്ചു കഴിഞ്ഞാൽ ഇത് കറങ്ങിക്കൊണ്ടിരിക്കും ഇങ്ങനെ. അപ്പോൾ ഇതിനെ ഡ്രാഗ് ടൈറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ടൈറ്റ് ആവും. ഇത് ഫുൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കറങ്ങത്തില്ല. പിന്നെ ഈ വെള്ള സ്റ്റിക്കർ ഒട്ടിച്ചിട്ടില്ലേ, ഇതിനാണ് സ്പൂൾ എന്ന് പറയുന്നത്. ഇതിനാണ് നമ്മൾ സ്പൂൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഹാൻഡിൽ. ഈ ഹാൻഡിൽ നമുക്ക് നമ്മുടെ കൈ, അതായത് നമ്മൾ റൈറ്റ് ഹാൻഡ് ആണോ ലെഫ്റ്റ് ഹാൻഡ് ആണോ എന്നറിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് നമുക്ക് ഫിറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇത് ലെഫ്റ്റ് ഹാൻഡിന് വേണ്ടിയുള്ളതാണ്. ഇത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. ഇത് ലെഫ്റ്റ് ഹാൻഡിന് വേണ്ടിയുള്ള സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇത് റൈറ്റ് ഹാൻഡ് ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്യാം. ഇതുണ്ട്, ഇവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരെ തിരിച്ച് കറക്കി കഴിഞ്ഞാൽ ഇത് ഊരിപ്പോരും. ഇതിങ്ങനെ ഊരിയെടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒരു ബിയറിങ് കിട്ടും, ഒരു ഡക്കം കിട്ടും. ഇത് ഇതുപോലെ മാറ്റി വെക്കുക. ഇതൊക്കെ പിടിച്ചു ഇതുപോലെ ഊരിയെടുത്താൽ മതി. ഇതിങ്ങനെ ഊരിയെടുത്താൽ ഇതുപോലെ വരും. എന്നിട്ട് ഇത് അതുപോലെ തന്നെ ഇതിനകത്തോട്ട് കയറ്റി വെക്കുക. കയറ്റി വെച്ചു നേരത്തെ ഇപ്പുറത്തെ സൈഡിലോട്ട് ഇത് ഇട്ട് നമ്മൾ ടൈറ്റ് ചെയ്താൽ മതി. ഇവിടെ കൈ തിരിച്ച് റൈറ്റ് ഹാൻഡ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ലെഫ്റ്റ് ഹാൻഡ് ആണെങ്കിൽ ഇത് ഊരി ഇപ്പുറത്തോട്ട് ഇടാം. ഇതാണ് റീലിൻ്റെ ഹാൻഡിൽ സെറ്റ് ചെയ്യുന്ന രീതി. അപ്പോഴത്തെ ഇത് നമ്മൾ ഫുള്ള് ടൈറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോഴത്തെ റൈറ്റ് ഹാൻഡിന് പറ്റിയ ആൾ, അത് എന്നെപ്പോലുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഇറക്കുന്നത്. അതിൻ്റെ ആക്ഷൻ തന്നെ അടിപൊളിയാണ്. അപ്പോൾ ഇതിൻ്റെ ഗിയർ റേഷ്യോ എന്ന് പറയുന്നത് 5.2:1. റീലിൻ്റെ ഡ്രാഗ് 2.5 kg. പിന്നെ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 320 gram ആണ്. പിന്നെ ഇതിൻ്റെ ഗിയർ എന്ന് പറയുന്നത് 2+1 ഇതിൻ്റെ ഗിയർ. അപ്പം നമ്മൾ ഈ ഒരു സ്പിന്നിങ് റീൽ എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ റോഡ് പിടിക്കേണ്ട രീതിയും അതുപോലെ തന്നെ റോഡ് യൂസ് ചെയ്യേണ്ട രീതിയും റീൽ എങ്ങനെ റോഡിൽ സെറ്റ് ചെയ്യണമെന്നും നമുക്ക് വീഡിയോയിലൂടെ കാണാം. ഇത് എൻ്റെ കൂട്ടുകാരനാണ് രഞ്ജിത്ത്. അപ്പോൾ ഇവന് റോഡും റീലും ഒന്ന് യൂസ് ചെയ്യുന്നത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച ചെറിയൊരു വീഡിയോ കൂടെ ആയിക്കോട്ടെ അല്ലേ. അപ്പം നമ്മൾ ചെയ്യുന്ന റോഡും റീലും അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നും അതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് രഞ്ജിത്തിന് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ഗൈസ്, ഞാനിവിടെ യൂസ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്ന റീല് നമ്മുടെ പഴയ മോഡൽ FB4000 ആണ്. അതുപോലെ തന്നെ ഞാനിവിടെ യൂസ് ചെയ്യാൻ എടുത്തിരിക്കുന്ന റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈവയുടെ ഫാൻറ്റം കാറ്റ്ഫിഷ് 7 feet ആക്ഷൻ റോഡാണ്. അപ്പോൾ നമ്മൾ പരമാവധി ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മളൊരു റോഡ് സെലക്ട് ചെയ്യുമ്പോൾ 2 piece റോഡ് സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങൾ ലൂർ കാസ്റ്റിങ്ങിന് വേണ്ടിയാണ് റോഡ് സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള റോഡ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഗൈസ് നമുക്ക് എങ്ങനെയാണ് ഈ 2 piece റോഡ് കണക്ട് ചെയ്യുന്നതെന്നും റീൽ എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ 2 piece റോഡ് എടുത്തിട്ട് ഒന്ന് അതിൽ ചെറുതായിട്ടൊന്ന് കണക്ട് ചെയ്യുക. ചെറുതായിട്ട് കണക്ട് ചെയ്താൽ പോലെ നല്ലപോലെ ടൈറ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. ടൈറ്റ് ചെയ്ത് വെച്ചില്ലെങ്കിൽ നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു പീസ് ഊരിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മളത് കണക്ട് ചെയ്തതിന് ശേഷം നമ്മളിതാ ഇതുപോലെ ഹോൾ ടു ഹോള് നമ്മൾ നോക്കി കറക്റ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. ഇതുപോലെ നമ്മൾ ഹോൾ ടു ഹോള് നോക്കി കറക്റ്റ് ചെയ്ത് വെച്ചില്ലെങ്കിൽ നമ്മുടെ ബ്രൈഡ് കാരണം നമ്മുടെ ഈ റിങ്
ഈ റിങ്ങിനകത്തുള്ള റബ്ബർ കട്ടായി പോകാനുള്ള ചാൻസ് വളരെയേറെ കൂടുതലാണ്. അപ്പോൾ ഗൈസ് നമുക്കിനി ഈ റോഡിൽ റീല് സെറ്റ് ചെയ്യാനും ഈ റീല് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളൊരു ബിഗിനറിന് ഉണ്ടാകാൻ പറ്റുന്ന ചെറിയ ഓരോ ഡിഫക്റ്റുകളുണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. അതുപോലെ തന്നെ ഈ റീലിൽ നമ്മൾ ആദ്യം തന്നെ പരിചയപ്പെടുത്തിയായിരുന്നു ഇതിൻ്റെ ബെയില്, ഹാൻഡില്, പിന്നെ അതുപോലെ ഡ്രാഗ് സ്പൂൾ, ഇതെല്ലാം നമ്മൾ തുടക്കം പരിചയപ്പെടുത്തിയായിരുന്നു. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ റോഡിൻ്റെ ഈ ഒരു പൊസിഷനിലാണ് നമ്മൾ റീല് സെറ്റ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഈ ഊരുന്ന കണ്ടില്ല, ഇതാണ് നമ്മൾ റീല് ടൈറ്റ് ചെയ്യാനും ലൂസ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഭാഗം ഇതാണ്. ഇത് വെച്ചിട്ട് നമ്മൾ റീല് നമുക്ക് ടൈറ്റ് ചെയ്യാനും ലൂസ് ചെയ്യാനും പറ്റും. ഇത് നമ്മൾ റീൽ വെച്ചതിന് ശേഷം നല്ലപോലെ ഇത് ടൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. നമ്മൾ റൈറ്റ് ഹാൻഡ് ആണെങ്കിൽ അതിൻ്റെ ഹാൻഡിൽ റൈറ്റ് സൈഡിൽ വെക്കുക, ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ വെക്കുക. അതെങ്ങനെയാണ് നമ്മൾ ഊരി കണക്ട് ചെയ്യുന്നതെന്ന് നമ്മുടെ ഈ വീഡിയോയുടെ തുടക്കം ഞാൻ കാണിച്ചു തരുന്നത്. ഗൈസ്, ഞാനൊരു റൈറ്റ് ഹാൻഡാണ്. അപ്പോൾ ഞാൻ റൈറ്റ് ഹാൻഡ് ആയതുകൊണ്ട് നമ്മൾ കാസ്റ്റ് ചെയ്തതിന് ശേഷം റിട്രൈവ് ചെയ്യുമ്പോൾ റീലിൻ്റെ ഹാൻഡിൽ റൈറ്റ് സൈഡിലും റോഡ് എൻ്റെ ലെഫ്റ്റ് ഹാൻഡിലും ആയിരിക്കും ഇരിക്കുന്നത്. ഗൈസ്, അങ്ങനെ നമ്മുടെ റോഡിൽ നമ്മൾ റീല് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത നമ്മുടെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൈഡൽ ലൈൻ റോഡിലൂടെ കടത്തി വിടുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ ബ്രൈഡൽ ലൈൻ റോഡിലൂടെ കടത്തി വിടുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആ ബെയിൽ ഓപ്പൺ ചെയ്തിട്ട് വേണം നമ്മൾ റോഡിലൂടെ ബ്രൈഡൽ ലൈൻ കടത്തി വിടേണ്ടതും. എന്നിട്ട് പിന്നെ ഫാസ്റ്റാച്ച് അതിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് ലൂറ് അതിൽ കണക്ട് ചെയ്ത് വെക്കാം. ഇത് നമുക്ക് ഒത്തിരി തെറ്റ് പറ്റുന്നുണ്ട്. നമ്മൾ ഈ ബെയിൽ ഓപ്പൺ ചെയ്യാതെ നമ്മൾ റോഡിലൂടെ ബ്രൈഡൽ ലൈൻ കടത്തി വിട്ടിട്ട് പിന്നെ നമ്മൾ ഫാസ്റ്റാച്ച് എല്ലാം കണക്ട് ചെയ്ത് ലൂറും കണക്ട് ചെയ്ത് നമുക്ക് ഏറ്റവും വലിയൊരു മണ്ടത്തരം പറ്റുന്നുണ്ട്. അതുപോലെ ആ ഒരു മണ്ടത്തരം പറ്റിയാലും കുഴപ്പമില്ല, അത് നമുക്ക് സോൾവ് ചെയ്യാവുന്നേ ഉള്ളൂ. അത് നമുക്ക് പറഞ്ഞു തരാം. പിന്നെ വേറൊരു തെറ്റ് നമ്മുടെ ബിഗിനറിന്, പിന്നെ നമ്മൾ കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു സ്പൂളിന് അടിയിൽ ബ്രൈഡൽ ലൈൻ ഗിയറിൽ ചുറ്റിപ്പിടിച്ചിരിക്കും. പിന്നെ നമ്മുടെ ഹാൻഡിൽ കറങ്ങില്ല. നമ്മൾ റിട്രീവ് ചെയ്യാനോ അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാനോ നമ്മളെ കൊണ്ട് പറ്റാതെ വരും. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. അതും ഞാൻ നിങ്ങൾക്കിപ്പോൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഇതാ നിങ്ങളോട് പറഞ്ഞല്ലോ, ഇതാണ് ഡ്രാഗ്. ഈ ഡ്രാഗ് ഇപ്പം ഞാൻ ചെയ്യുന്നത് ലൂസ് ചെയ്യുകയാണ്. ഈ ഡ്രാഗ് ലൂസ് ചെയ്ത് ഫുള്ള് ലൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കയ്യിലോട്ട് ഇതിങ്ങ് ഊരിപ്പോരും. ഇതിങ്ങനെ ഫുള്ള് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങ് ഊരിപ്പോന്ന് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഈ സ്പൂളും ഇതിൻ്റെ കൂടെ നമുക്കിങ്ങോട്ട് ഊരിയെടുക്കാം. നമ്മൾ ഡ്രാഗ് ഓപ്പൺ ചെയ്തു, അതുപോലെ തന്നെ സ്പൂൾ ഓപ്പൺ ചെയ്തു. ഇതിപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഇതിനകത്ത് ഇതൊരു ചെറിയൊരു ഗിയറാണ്. ഈ ഒരു ഗിയറിനകത്തോട്ട് ഇതുപോലെ നമ്മുടെ ബ്രൈഡൽ ലൈൻ ഇങ്ങനെ പെട്ടിരിക്കാറുണ്ട്. ഇങ്ങനെ പെട്ടിങ്ങനെ ഇരുന്നിട്ട് ഈ സ്പൂള് ഇതുണ്ടോ, ഇതുപോലെ ഈ സ്പൂള് ഇങ്ങനെ ഇരിക്കും. ഇതിനകത്തോട്ട് പെട്ടതിന് ശേഷം നമ്മുടെ ഈ ഹാൻഡിൽ മൂവ് ആവില്ല, റൊട്ടേറ്റ് ആവില്ല. അപ്പോൾ നമ്മൾ തന്നെ ചെയ്യണം, ഇതുപോലെ തന്നെ ഡ്രാഗ് ലൂസ് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഈ സ്പൂൾ ഓപ്പൺ ചെയ്തിട്ട് ഈ ഗിയറിൽ നിന്ന് ഇതുപോലെ അങ്ങ് അഴിച്ചു വിടുക. എന്നിട്ട് നമുക്കിത് തിരിച്ച് റീഫിറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി നമ്മൾ ആരുടെ അടുത്ത് പോയി റിക്വസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇത് നമുക്ക് തന്നെ ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ കാരണം വേറെ ഒന്നുമല്ല, ഞാൻ ബിഗിനർ ആയിരുന്ന സമയത്ത് എനിക്ക് സെയിം സിറ്റുവേഷൻ സംഭവിച്ചിട്ടുണ്ട്. അതും എനിക്ക് മീൻ അടിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അതിങ്ങനെ പറ്റിപ്പോയത്. എന്നാ ചെയ്യണമെന്നറിയാതെ ഞാനിങ്ങനെ നിന്ന് പോയായിരുന്നു. അപ്പോൾ എനിക്ക് എന്നിട്ട് ഞാൻ മീൻ ചൂണ്ടയെല്ലാം മടക്കി ഞാൻ വീട്ടിൽ ചെന്ന് പിന്നെ വേറൊരു ഈ റീൽ യൂസ് ചെയ്യുന്ന വേറൊരു പുള്ളിയുടെ അടുത്ത് നിന്ന് പുള്ളിയാണ് എനിക്ക് പറഞ്ഞു തന്നത്, ഇതൊന്നും അല്ല, ഇത് ചെറിയൊരു കാര്യമാണ്, ഇത്രയും ഇങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ. അപ്പോൾ ഞാൻ ആലോചിക്കും ഈ ചെറിയൊരു കാര്യം ഇതൊരു വലിയൊരു അറിവാണ് അറിയാൻ മേലാത്തവർക്ക് വേണ്ടി. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ റോഡിലേക്ക് ലൈൻ എങ്ങനെയാണ് കണക്റ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇപ്പം നമ്മുടെ ഈ റീലിൻ്റെ ബെയിൽ അത് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ലൈനിൽ ഞാൻ ഇതുപോലെ ലൈനിൻ്റെ അറ്റത്ത് ഒരു ഫാസ്റ്റാച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ബെയിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഈ റോഡിൻ്റെ ഓരോ ഹോളിലൂടെയും നമ്മൾ ഈ ലൈൻ കടത്തി വിട്ട് ഇതുപോലെ ലാസ്റ്റ് വെളിയിലെടുക്കേണ്ടതാണ്. ഇത് ഇങ്ങനെ വെളിയിൽ വന്നതിന് ശേഷം പിന്നെ നമ്മൾ ഈ ബെയിൽ നമ്മൾ ക്ലോസ് ചെയ്യുക. ബെയിൽ അടച്ചതിന് ശേഷം ലൈൻ ലോക്ക് ആകുന്നതാണ്. എന്നിട്ട് പിന്നെ നമ്മൾ അതിൽ ലൂറോ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്താണ് നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടത് അത് നമുക്ക് നമ്മുടെ ഫാസ്റ്റാച്ചിൽ നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ കേസ് നമ്മൾ റോഡ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നും റീല് റോഡിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതിനും പിന്നെ അതുപോലെ തന്നെ ലൈൻ റോഡിൽ എങ്ങനെ കണക്ട് ചെയ്ത് വെക്കുന്നതെന്നും നമ്മളിപ്പം പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് മുന്നോട്ട് എങ്ങനെയാണ് കാസ്റ്റ് ചെയ്യുന്നത് എന്നും കൂടെ നമുക്ക് പഠിക്കാം. ഇപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് നമ്മുടെ ഈ ഫാസ്റ്റാച്ചിൻ്റെ അറ്റത്ത് ഞാൻ ഒരു തൈ ഫ്രോഗ് ഞാൻ സെറ്റ് ചെയ്യുകയാണ്. ഈ തൈ ഫ്രോഗ് 15 ഗ്രാമിൻ്റെയാണ്. ഇത് നല്ല റിസൾട്ടുള്ളൊരു ഫ്രോഗാണ്. ഒരു 450 രൂപയാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ തൈ ഫ്രോഗ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഇത് കാസ്റ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ഈ റോഡിൻ്റെ ടോപ്പിൽ നിന്ന് ലൂറ് ഈ ഒരു ഡിസ്റ്റൻസിലേ ഉള്ളൂ നിൽക്കാൻ പാടുള്ളൂ.
ഇങ്ങനെ നിന്നതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഈ ബെയിൽ ശ്രദ്ധിച്ച് കാണുക. ബെയിൽ നമ്മൾ ഓപ്പൺ ചെയ്യുക. ബെയിൽ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ലൈൻ നമ്മുടെ കയ്യിൽ പിടിക്കുക. ലൈൻ നമ്മൾ കയ്യിൽ പിടിച്ചതിന് ശേഷം ഞാനൊരു റൈറ്റ് ഹാൻഡ് ആയതുകൊണ്ട് എൻ്റെ വലത് കൈയുടെ ചൂണ്ടുവിരലിൽ ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചിരിക്കുന്നത് പോലെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉടക്കി ജസ്റ്റ് ഒന്ന് പിടിക്കുക. കാരണം നമ്മൾ കാസ്റ്റ് ചെയ്ത് നമ്മുടെ മുഖത്തിന് നേരെ ആ ഒരു ഭാഗം എത്തുമ്പോൾ നമുക്ക് ഈ കയ്യിൽ നിന്ന് നമ്മുടെ ഇത് വിട്ട് കളയേണ്ടതാണ്. അപ്പോഴാണ് നല്ല ദൂരത്തോട്ട് നമ്മുടെ ഈ ലൂറ് അങ്ങ് പോകുന്നത്. നമ്മുടെ ഈ റോഡിൻ്റെ ഏറ്റവും അടിയിൽ ഭാഗം നമ്മൾ പിടിച്ചതിന് ശേഷം ആ ഒരു ഭാഗം നല്ല ടൈറ്റായിട്ട് പിടിച്ച ശേഷം നല്ലപോലെ ബാക്കിലോട്ട് ആക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന്, ഇല്ലെങ്കിൽ നമ്മുടെ റോഡ് കേടായി പോകുന്നതാണ്. എന്നിട്ട് നമ്മൾ നല്ലപോലെ ആക്കമെടുത്ത് വീശി മുന്നോട്ട് എറിയുക. നമുക്കൊരു എയിം വെക്കണം, നമുക്ക് എവിടെയാണ് നമ്മുടെ ലൂറ് പോകേണ്ടതെന്ന്. എന്നിട്ട് വേണം നമ്മൾ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി. നമ്മൾ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ ലൂറ് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് വെള്ളത്തിൽ വന്ന് വീണതിന് ശേഷം ഉടനെ നമ്മുടെ ഈ ബെയിൽ ഇതുപോലെ അടച്ചതിന് ശേഷം നമ്മുടെ വലത് കൈയുടെ പണി കഴിഞ്ഞു. ഇനി നമ്മൾ വലത് കൈ ടോപ്പിൽ റോഡിൻ്റെ ഏറ്റവും താഴെ വശത്ത് പിടിക്കുക. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഇടത് കൈ നമ്മുടെ റീൽ സപ്പോർട്ട് ചെയ്ത് റോഡിൽ പിടിക്കുക. എന്നിട്ട് നമ്മൾ വലത് കൈ റീലിൻ്റെ ഹാൻഡിൽ റീട്രൈവ് ചെയ്യുക. ഗൈസ്, അപ്പം നമ്മൾ റോഡും റീലും എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്നും പിന്നെ അതുപോലെ തന്നെ കാസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ നല്ലപോലെ പഠിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്ര നേരം ക്യാമറ പിടിച്ചിരിക്കുന്ന എൻ്റെ സുഹൃത്ത് രഞ്ജിത്തായിരുന്നു. അപ്പോൾ അവനെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ വന്നത്. നമുക്ക് രഞ്ജിത്ത് എങ്ങനെ ഇത് പഠിച്ചു വരിക നമുക്ക് നോക്കാം. ഈ ക്യാമറ ഞാൻ പിടിക്കാം. ഇപ്പം റോഡും റീലും എല്ലാം റിമൂവ് ചെയ്തിട്ട് പുള്ളിയുടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് റോഡ് ഇനി എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ രഞ്ജിത്ത് തന്നെ ചെയ്യുകയാണ്. 2 പീസ് റോഡ് ഇത് സെറ്റ് ചെയ്യാണ്. നല്ലപോലെ ടൈറ്റ് ചെയ്യുക. ഹോൾ ടു ഹോൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക. രഞ്ജിത്ത് കറക്റ്റാണ് ഇതെല്ലാം ചെയ്യുന്നത്. വളരെ ശരിയായ രീതിയിൽ തന്നെ രഞ്ജിത്ത് റീല് സെറ്റ് ചെയ്തിട്ടുണ്ട്. റീലിൻ്റെ ബെയിൽ ഓപ്പൺ ചെയ്തു. അതുപോലെ തന്നെ ലൈൻ റോഡിലൂടെ സെറ്റ് ചെയ്തു. ഇനി അതുപോലെ തന്നെ തൈഫ്രോഗും കണക്ട് ചെയ്യാണ്. അപ്പോൾ രഞ്ജിത്ത് ക്യാമറ മാത്രം പിടിച്ചതല്ല കേട്ടോ, അപ്പോൾ എന്നെ നല്ലപോലെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വെരി ഗുഡ്. ലോക്ക് അത്രയും മതി. ഇനി ആ ലോക്ക് ഓപ്പൺ ചെയ്യും. ലോക്ക് ഓപ്പൺ ചെയ്തോ? ലോക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ കാര്യം ശ്രദ്ധിക്കണം, ഇത് ഫുൾ ഓപ്പൺ ചെയ്ത് വെക്കണം ഇങ്ങനെ കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ബെയിൽ ഓപ്പൺ ചെയ്ത് കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നൂല് നമ്മുടെ ചൂണ്ടുവിരലിൽ ഇങ്ങനെയല്ല സെറ്റ് പിടിക്കേണ്ടത്. രഞ്ജിത്ത് തെറ്റായിട്ടാണ് പിടിച്ചേക്കുന്നത്. ഇതിൻ്റെ ശരിയായിട്ടുള്ള രീതി ഇതാണ്. നമ്മൾ വിരലിൻ്റെ ഈ അറ്റത്ത് നിന്നുകൊണ്ട് നമ്മുടെ ലൈൻ കൊണ്ട് നിർത്തേണ്ടതാണ്. ഇനി നമ്മൾ റോഡ് ബാക്ക് സൈഡിലോട്ട് കൊണ്ടുവരികയും എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ ആഞ്ഞ് എറിയുകയാണ് ചെയ്യേണ്ടത്. നേരെ ബാക്കിലോട്ട് പതുക്കെ ബാക്കിൽ ഒതുക്കി മരം ഉണ്ടോ നമ്മൾ നോക്കണം ഇത് എറിയാൻ നേരത്ത് കേട്ടോ. ഇത് അല്ലെങ്കിൽ തന്നെ നമ്മുടെ റോഡും ഇതെല്ലാം അടിച്ച് പൊട്ടിപ്പോവും. മനസ്സിലായോ? എറിയുമ്പോൾ ഇത് കാണല്ലോ. ശക്കല ഫ്രണ്ടോട്ട് കയറിക്ക്. അത് മതി. കഴിഞ്ഞ അറിഞ്ഞോ? കണ്ട പൊളിച്ച്. ഇതായിരുന്നു വേണ്ടത്. ഇതുപോലെ മീനടിക്കണം. രജിത്തിന് നെഞ്ചങ്ങ് കിടുങ്ങും. ഓക്കെ, ഒന്ന് കയറി. ഓക്കെ, ഇത് തെറ്റാണ്. എന്താ പറയുക, ഡ്രൈവ് യെസ്. പഠിച്ച് ലാസ്റ്റ് ആക്ഷൻ വിട്. കണ്ടോ വരുന്നുണ്ടോ? ഇച്ചിരി അനക്കി കൊടുത്ത് ആക്ഷൻ. രഞ്ജിത്തെ പഠിച്ചോ? പഠിക്കാൻ എളുപ്പമാണ്.
ഞാൻ മൂന്നാമത്തെ ക്ലാസ്സിൽ തന്നെ ഞാൻ പഠിക്കുകയും ചെയ്തു. ആദ്യം 2 പ്രാവശ്യം രണ്ടിടത്തായിട്ട് ഒന്ന് മുടക്കി, മൂന്നാമത്തെ തന്നെ ശരിയായി. രഞ്ജിത്ത് എറിഞ്ഞപ്പോൾ 2 പ്രാവശ്യം 1 പ്രാവശ്യം ഇതിൻ്റെ മുകളിൽ ഉടക്കി, രണ്ടാമത് എറിഞ്ഞപ്പം അവിടെ പോയി, പിന്നെ അറിഞ്ഞപ്പോൾ ഇത്തിരി മുന്നോട്ട് പോയി, പിന്നെ അയാളുടെ എയർ മൊത്തം അങ്ങ് ലാസ്റ്റായിരുന്നു. പിന്നെ പുള്ളി അങ്ങ് പഠിച്ച്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ റോഡ് റെയിലും സെറ്റ് ചെയ്ത് കാസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അവനെ നമ്മുടെ രഞ്ജിത്ത് ഇവിടെ നല്ല കാസ്റ്റിങ് കേട്ടോ. നോക്കിയേ, പുള്ളി പഠിച്ച് ഒരു ജാജി കാസ്റ്റ് ചെയ്ത് മീനെ പിടിച്ചിട്ടേ പോകത്തുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ നോക്കാം, ഇവിടെ ഇത്തിരി മീനിൻ്റെ ആക്ടിവിറ്റിയൊക്കെ ഇത്തിരി കുറവാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സൈഡിലുള്ള ബെല്ലൈക്കന് വേണ്ടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ഓൾ ഓപ്ഷൻ വരും, അതുകൊണ്ട് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ നെക്സ്റ്റ് അടിപൊളി വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നിടം വരെ ഗുഡ് ബൈ.